ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ. അപ്പം വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ഒത്തിരി നാളുകൊണ്ട് നമ്മുടെ ശ്രുതി മറച്ചു വെക്കുന്ന ആ ഒരു കാര്യം പുറത്തു വരികയാണ്. നമ്മുടെ ശ്രുതി എത്ര നാളായല്ലേ, ഒരു 5-6 മാസമായി കാണും. ശ്രുതിയെയും വീട്ടുകാരെയും ഒക്കെ പറ്റിക്കുകയാണ് ചന്ദ്രയും ശ്രുതിയും കൂടി ചേർന്ന്. ആ ഒരു സത്യമാണ് വെളിയിൽ വരാൻ പോകുന്നത്. അതെങ്ങനെയാണ് വെളിയിൽ വരുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഏതായാലും നമുക്ക് അതിലേക്ക് തന്നെ കടക്കാട്ടോ. അപ്പൊ അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് വേറൊന്നുമല്ല, നമ്മുടെ ശ്രുതിയും സച്ചിയും ഒക്കെ തമ്മിലുള്ള ഒരു വഴക്ക് തന്നെയാണ്. അപ്പൊ വേറെ ഒന്നുമല്ല, നമ്മുടെ ചന്ദ്രയ്ക്ക് തീരെ ഉറക്കം കിട്ടുന്നില്ല. അപ്പൊ ചന്ദ്രയ്ക്ക് ഉറക്കം കിട്ടാത്തത് രാത്രി പൂ മേടിക്കാൻ വേണ്ടി രണ്ടുപേര് വന്നല്ലോ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, എങ്കിൽ പിന്നെ നിങ്ങൾക്ക്, ശ്രുതിയല്ല ആദ്യം വർഷയാട്ടോ എടുത്തിട്ടത്, നിങ്ങൾക്ക് നിങ്ങളെ റൂം വിട്ടുകൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് ഞങ്ങളുടെ റൂമാ, നിങ്ങളല്ലേ അച്ഛന്റെ അമ്മയുടെ റൂം പിടിച്ചു വെച്ചേക്കുന്നത്, നിങ്ങൾ കൊടുക്കാൻ പറയുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നു. ലാസ്റ്റ് വർഷ പറയുകയാണ്, അതെ ഈ സമയത്ത് നല്ല ഉറക്കം വേണം, രാത്രി ക്ഷീണം ആയാല്, രാത്രി ഉറങ്ങിയില്ലെങ്കിൽ അത് പല പല രോഗങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ശ്രുതി പറഞ്ഞു, വർഷ പറഞ്ഞത് ശരിയാ, നമ്മൾ ഒരു ദിവസം 6 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങണം, മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഇല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാകും, പല അസുഖങ്ങളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് പ്രായമായവർക്ക്, അമ്മയെ പോലെയുള്ളവർക്ക്. ഇത് കേട്ട നമ്മുടെ ചന്ദ്ര സഹിക്കുവോ? ചന്ദ്ര പറയുവോ, പ്രായമായത് ആർക്കാ, എനിക്കങ്ങനെ പ്രായമൊന്നും ആയിട്ടൊന്നുമില്ല, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്, ഞാൻ എന്താ കിളവിയാണെന്നോ? ഞാനങ്ങനെ കിളവിയൊന്നുമല്ല. പിന്നെ എനിക്ക് ഉറക്കമില്ലെങ്കിൽ ക്ഷീണമൊക്കെ വരും, അതൊക്കെ ശരിയാണ്, അതുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാത്രി കച്ചവടം ഇവിടെ വേണ്ട, അത് ഇവിടെ അവസാനിപ്പിച്ചോ. ഇനി രാത്രി എങ്ങാണോ ആരെങ്കിലും വാതിലെ വന്ന് മുട്ടുവാണെങ്കിൽ ഞാൻ ചൂലെടുത്ത് തള്ളി ഓടിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ സച്ചു പറഞ്ഞു, അങ്ങനെ ഓടിക്കാനിപ്പോ ഇരുന്നോ, ഏതായാലും ഇന്നലെ ക്ഷീണമായിട്ട് ഞങ്ങൾ കുറച്ച് ഉറങ്ങിപ്പോയണ്ട, ഞങ്ങളുടെ ഒരു കച്ചവടം നഷ്ടമായി പോയത്. ഇനിയിപ്പം ആരെങ്കിലും വന്നിട്ട് പറഞ്ഞു വിട്ടെന്നെങ്ങാണോ അറിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഈ വീട് കത്തിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് സച്ചു പറഞ്ഞു, രേവതി ഞാൻ പോവാ, എനിക്ക് വേറെ പണിയുണ്ട്, അത് ഒരു ഓട്ടം വിളിച്ചിട്ടുണ്ട്, എല്ലാം ഓടി നടന്ന് പോകണ്ടേ. പിന്നെ രേവതി ഇപ്പൊ തന്നെ കടയിലേക്ക് പോക്കോ, ഇനി നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഇനി ഇവിടെ നീ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് പോക്കെ, കടയിലേക്ക് പോക്കെ എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചു, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എല്ലാവരും വിട്ടു പോയി കേട്ടോ, എല്ലാവരും അവരുടേതായ കാര്യങ്ങൾക്ക് ഓഫീസിലേക്കൊക്കെ പോയി. അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സച്ചു പോകുന്നത്. അപ്പൊ ചന്ദ്ര സച്ചിയോട് പറഞ്ഞു, നീ എന്താ പറയുന്നത്, അവളോട് വിട്ടു പോകാനോ? അപ്പൊ ഈ വീട്ടിലെ പണിയൊക്കെ ആര് ചെയ്യും? ഓഹോ, ഈ വീട്ടിലെ പണി ആര് ചെയ്യുന്നോ? ഈ വീട്ടിലെ പണി ഇനി മുതൽ ചെയ്യുന്നത് വേറെ ആരും അല്ല, വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാ. ഇത്ര നാളും പറയുന്നുണ്ടായിരുന്നല്ലോ, വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണ് വീട്ടിലെ വേലക്കാരിന്ന്. അപ്പൊ ഇനി ഈ വീട്ടിലെ വേലക്കാരി അമ്മയാ. ആര്? ഞാനോ? എനിക്കങ്ങനെ പണിയെടുക്കാനൊന്നും പറ്റില്ല ഈ വയസ്സാം കാലത്ത്. വയസ്സാം കാലത്തോ? കുറച്ചു നേരം മുമ്പല്ലേ പറഞ്ഞ പ്രായമൊന്നുമില്ല, തനിക്ക് അത്ര പ്രായമായിട്ടില്ലെന്ന്, എന്നിട്ട് ഇപ്പം പെട്ടെന്ന് വയസ്സായോ? എന്റെ പൊന്ന് ചന്ദ്രമതിയുടെ അടവി സച്ചിയുടെ അടുത്ത് നടക്കൂല കേട്ടോ. അമ്മയാ, എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും പറയാ, പോയി മര്യാദയ്ക്ക് പണി ചെയ്തോ, അല്ലാതെ രേവതി ഇനി അടുക്കളയിൽ കയറുന്നോ പണി ചെയ്യുന്നോ ഒന്നും വിചാരിക്കണ്ട. രേവതി ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കുവല്ല, ഇനി രേവതി പൂക്കടയിലായിരിക്കും. രേവതി വിട്ടുവൊക്കെ, നേരം എടുത്തിട്ട് എന്തിനാ രേവതി നീ ഇതിലെ ചുറ്റിക്കറങ്ങുന്നത് എന്ന് പറഞ്ഞ് രേവതിനെ ഓടിച്ചു. ചന്ദ്രയാണെങ്കിൽ എന്റെ ദൈവമേ, ഇനി ഈ വീട്ടിലെ പണി ഞാൻ ചെയ്യാനോ? എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്റെ ഈശ്വര എന്നൊക്കെ പറയാം. എന്നാലും നമ്മുടെ രേവതി ഇടയ്ക്ക് വന്ന് പണിയൊക്കെ ചെയ്യൂട്ടോ. പൂക്കടയിലാണെങ്കിലും ഫുൾ ടൈം പൂക്കടയിലൊന്നും നിൽക്കണ്ടല്ലോ, പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് അടുത്തായതുകൊണ്ട് അങ്ങോട്ടേക്ക് വരൂല്ലോ. അപ്പം രേവതി മനസ്സിൽ വിചാരിച്ചേക്കുന്നത്, വന്ന് കഞ്ഞിയും കറിയൊക്കെ വെച്ചിട്ട് പോകാം, ഇല്ലെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ പട്ടിണിയാവുന്ന രേവതിക്ക് അറിയാം. രവീന്ദ്രന് കഞ്ഞിയും വെള്ളവും കൊടുക്കണമെന്ന് ചന്ദ്രയ്ക്ക് ഒരു വിചാരമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിനെയാണ് കേട്ടോ. അപ്പൊ സച്ചി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരാളെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുകയാണ് അയാളുമായിട്ട്. അപ്പൊ അയാൾ പറഞ്ഞു, ഇതൊരു പാർക്കാണ്, ഈ പാർക്കില് ഞാൻ വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ അയാളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ അയാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അയാളോട്, തനിക്കൊരു പൂക്കടയുണ്ടെന്നും, ഇതാണ് നോട്ടീസ്, ഇതാണ് പൂക്കടയുടെ പേര്, അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നേക്കണം, അതുപോലെ എല്ലാവരോടും ഒന്ന് പറയുകയും ചെയ്തേക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും അതിനെന്താ കുഴപ്പം, ഞാൻ പറഞ്ഞേക്കാന്ന് ആ പുള്ളിക്കാരൻ പറഞ്ഞു. അതായത് വണ്ടി വിളിച്ച ആ ഒരു കസ്റ്റമർ പറഞ്ഞു. എന്നിട്ട് ആ കസ്റ്റമർ പോകാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, അതെ ഈ കാണുന്നതേ വലിയൊരു പാർക്കാ, ഈ പാർക്കില് ഈ പ്രദേശത്തുള്ള ഒട്ടനവധി എല്ലാവരും വരാറുണ്ട്. അപ്പൊ ഈ പ്രദേശത്ത് ഉള്ളവരൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഈ പാർക്കില് ഈ ഒരു നോട്ടീസ് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പരസ്യമാകും എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി ഓർത്തു, ശരിയാണല്ലോ, പാർക്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പരസ്യമാവുമല്ലോ. അപ്പം സച്ചിയെങ്കിൽ പിന്നെ പാർക്കിനകത്തേക്ക് കയറി പോകാന്ന് പറഞ്ഞ് കയറി പോകാൻ തുടങ്ങാണ്. ഏത് പാർക്കാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മുടെ ശ്രുതിയാണ് ആ പാർക്കിൽ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ശ്രുതിയുടെ ഓഫീസ് പാർക്കിലാണല്ലോ. നമ്മുടെ ശ്രുതി വലിയ ജോലിക്കാരനായോണ്ട് പാർക്കില്
ആണല്ലോ വന്നൊക്കെ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ശ്രുതിനെ ഇതിന്റെ ഇടയ്ക്ക് ശ്രുതി അല്ലാട്ടോ, സോറി, ശ്രുതിനെ ഇതിന്റെ ഇടയ്ക്ക് കാണിക്കണം. അപ്പൊ ശ്രുതിയാണെങ്കിൽ എന്താ ചെയ്യുന്നത്, കൂട്ടുകാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കോ, ബോറടിക്കുവാടാ, ഒരു രസവും തോന്നുന്നില്ലടാ, മടുക്കുക, രാവിലെ മുതൽ വൈകിട്ട് വരെ വെറുതെ ഇരുന്ന്. അപ്പൊ ശ്രുതി ആ കൂട്ടുകാരനോട് പറയും, നമ്മൾ വെറുതെ ഇരുന്ന് മടുക്കുന്നില്ലല്ലോ, വെറുതെ ഇരിക്കുന്ന ഒരു പ്രത്യേക സുഖമുള്ള പരിപാടിയല്ലേ, എനിക്കിത് നല്ല സുഖമായിട്ടാ തോന്നുന്നത്. പാർക്കിൽ വരുന്നവരെ കാണാം, പോകുന്നവരെ കാണാം, ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അറിയാം, സമയത്തിന് ഭക്ഷണം കഴിക്കാം, ദേ ഇതിലൊക്കെ കേറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിക്കാം. പിന്നെ എന്താ ഇതിൽ പരം സുഖം വല്ലതും വേണോ? ഭയങ്കര സുഖാ. നിന്റെ ഭാര്യയും വീട്ടുകാരും പറഞ്ഞാൽ നിനക്ക് ഭയങ്കര സുഖമായിരിക്കുമല്ലോ. അയ്യോ, എന്നെ ഓർമ്മിപ്പിക്കല്ലേ, എന്റെ ഭാര്യയോ വീട്ടുകാരോ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വഴി പെരുവഴി എന്ന് കൂട്ടിക്കൊണ്ടാ മതി എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പൊ ഈ സമയത്ത് നമ്മുടെ സച്ചി അകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പൊ അവിടെ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. അപ്പൊ സെക്യൂരിറ്റിയുടെ കയ്യിൽ ഈ ഒരു നോട്ടീസൊക്കെ കൊടുക്കുകയാണ്. അപ്പൊ സെക്യൂരിറ്റിയുടെ കയ്യിൽ ഈ ഒരു നോട്ടീസൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ പോകുന്നവർക്കും വരുന്നവർക്കും ഇതൊന്ന് കൊടുക്കണം, ഞാൻ കുറച്ച് പൈസ നിങ്ങൾക്ക് തരാം, ഇവിടെ വരുന്നവർക്ക് ആരൊക്കെയാണോ അവർക്ക് ഇതൊക്കെ ഒന്ന് കൊടുക്കണം എന്നിങ്ങനെ പറയാണ്. അപ്പൊ സെക്യൂരിറ്റി പറഞ്ഞു, അതിനിപ്പോ എന്താ കൊടുക്കാലോ, പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദേ ഒരു കാര്യം ചെയ്യാം, അവിടെ അതിനകത്ത് രണ്ടുപേരൊന്നും ഉണ്ട്, അപ്പൊ ആ രണ്ടുപേരുടെ കൈ കൊടുക്കുകയാണെങ്കിൽ അവരും വിതരണം ചെയ്തോളൂ, അവർക്കും എന്തെങ്കിലും ടിപ്പോ എല്ലാം കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് സച്ചി ഓക്കെ, എങ്കിൽ പിന്നെ അവര് രണ്ടുപേരുടെയും കയ്യിൽ കൊടുക്കാലോ. അതെന്താ അവര് രണ്ടുപേരും അങ്ങനെ അവിടെ ഇരിക്കുന്ന, ഇങ്ങനെ വല്ലതും ചെയ്യാനാണോ എന്ന് ചോദിച്ചപ്പോ, ഒരു ജോലിയും വേലയും കൂലിയും ഇല്ലാത്തവര് രണ്ടുപേരുണ്ട് ഇതിനകത്ത്, അവര് രാവിലെ വരും വൈകിട്ട് പോകും, എന്തോ ആ വീട്ടുകാരെ സമ്മതിക്കണം, രാവിലെ ഇങ്ങോട്ടേക്ക് ജോലി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടാന്ന് തോന്നുന്നു വരുന്നത്, എന്നിട്ട് രണ്ടുപേരും ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന കാട്ടായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്റെ പൊന്നു വച്ചേ നമ്മള് സുല്ലിട്ട് പോകും. ഒരു വേലയും ജോലി ഇല്ലാത്ത രണ്ടവന്മാര്, അതിലൊരുത്തനെ കാണാൻ നല്ല സ്മാർട്ടൊക്കെയാ, അവന്റെ വിചാരം അവൻ ഈ ലോകം മുഴുവൻ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന അത്രയ്ക്ക് ഗമയും പവറുമായിട്ടാ വരുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, വീട്ടുകാർക്ക് ഒരു ഗുണവും ഇല്ലെന്നാ തോന്നുന്നത്. ഇതിനെയൊക്കെ കെട്ടിയോൾമാരെ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞു കാണാം. അപ്പൊ എന്നാ പിന്നെ ഇത് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് കയറി പോവാ. അപ്പോഴത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണേ. അപ്പൊ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ആ ഒരു സെക്യൂരിറ്റി പറഞ്ഞതേ ഇരിക്കുന്നു, ആ രണ്ടാവന്മാരാന്ന് പറഞ്ഞു. ഉടനെ നമ്മുടെ സച്ചി എന്ത് ചെയ്തു, അകത്തേക്ക് കയറിപ്പോയി നോക്കിയതും ആരാണ്, നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരനും. ഒന്നുകൂടെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. സച്ചിക്ക് അങ്ങനെ വിശ്വാസം വരുന്നില്ല. ഒന്നുകൂടെ നോക്കിയിട്ട് ചിരി ചിരിച്ചു. കൊള്ളാം. അപ്പം ഷോറൂമിൽ പോവാന്നും പറഞ്ഞോണ്ട് ഇവിടെ നിന്നല്ലേ വന്ന് കിടന്ന് ഉണ്ടാക്കുന്നത്. ഇവൻ ആരാ മോന്, അയ്യോ ഇവനെ സമ്മതിക്കണം കേട്ടോ. ഇവന്റെ വിചാരം എന്താ, ഇതൊന്നും ആരും അറിയത്തില്ലെന്നല്ലേ. അപ്പൊ ഈ 5-6 മാസക്കാലത്തോളം വീട്ടുകാരെ പറ്റിക്കുകയായിരുന്നു. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു, കൊള്ളാലോ ഇവന് എന്നും പറഞ്ഞ് ഇതൊക്കെ നിന്ന് കാണുക. അപ്പോഴത്തേക്കാണ് സച്ചിക്കൊരു ബുദ്ധി തോന്നിയത്, ഇത് ഞാൻ ചെന്ന് പറഞ്ഞാൽ ചിലപ്പം വിശ്വസിക്കണമെന്നില്ല, ഇവൻ കള്ളത്തരം പറഞ്ഞ് തിരിച്ചു മറിച്ചത് കുളവാക്കും, എങ്കിൽ പിന്നെ ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി എന്ത് ചെയ്തു, നമ്മുടെ ശ്രുതി അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുകയാണ്. സത്യം പറയാലോ, നമ്മുടെ ശ്രുതി അവിടെ കിടന്ന് കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്, പെറ്റതള്ള സഹിക്കത്തില്ല. അതുപോലെയാണ് സത്യം പറഞ്ഞാല്. ഒരു 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടികൾക്ക് ഇതിനേക്കാളും ബോധമുണ്ടെന്ന് തോന്നും. കാരണം അവിടെ ഉള്ള ആ ഒരു പാർക്കിലുള്ള എല്ലാ ഐറ്റംസിലും, കുട്ടികളുടെ എല്ലാ ഐറ്റംസിലും കയറി നിരങ്ങുന്നു, ഓടുന്നു, ചാടുന്നു, ഊഞ്ഞാലാടുന്നു, മറ്റേ സിസോയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ആ സാധനത്തിൽ ഇങ്ങനെ അങ്ങോട്ട് ഒരാൾ പൊങ്ങുമ്പോൾ ഒരാൾ താരും, ബഹുരസം. സത്യം പറഞ്ഞ ചിരിക്കാൻ ഒരുപാടുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഓരോ പാർട്ട് ഭാഗമായിട്ട് നമ്മുടെ സച്ചി എടുത്തോണ്ടിരിക്കും. നിനക്കിട്ട് വെച്ചിട്ടുണ്ടടാ, നിന്റെ കാർ ഷോറൂമിലെ പണി ഞാൻ നിർത്തി തരാടാ, എന്തായിരുന്നു ഗമ, എന്റെ ജോലി പോയെന്നും പറഞ്ഞ് ഇവന്റെ കെട്ടുകളും കൂടെ എനിക്കിട്ട് കുത്തല് വെച്ചിട്ടുണ്ടടാ എന്നും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം മൊബൈൽ ഫോണിൽ അങ്ങ് ഷൂട്ട് ചെയ്യാണ് കേട്ടോ നമ്മുടെ സച്ചി അല്ലേ. നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ച് നോക്കിയേ, സച്ചി എങ്ങനെയൊക്കെ നിന്നായിരിക്കും ഷൂട്ട് ചെയ്യുന്നതെന്ന്. ആ ഒരു മുഖഭാവം ഒന്ന് ഓർത്ത് നോക്കിയേ, സത്യമായിട്ടും ചിരി വരും. ഞാൻ ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ ചിരിച്ചു കേട്ടോ. ഏതായാലും നമ്മുടെ സച്ചി അങ്ങനെ പല വീഡിയോസുകളും തിരിഞ്ഞും മറിഞ്ഞും കിടന്നും ഇരുന്നൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് സച്ചി എന്താ ചെയ്യുന്നത്, ഇതുകൊണ്ട് നേരെ ചന്ദ്രോദയത്തേക്ക് പോവാ. അവിടെ ചെന്ന് കഴിയുമ്പോഴല്ലേ പിന്നെ കൂത്ത് കാണാൻ പോകുന്നത്. ഏതായാലും ക്ഷീണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുറെ നേരം കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയും കൂട്ടുകാരനും കൂടെ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് നമ്മുടെ സച്ചി ഇതെല്ലാം പിടിച്ചിട്ട് അങ്ങ് പോയി വീട്ടിൽ ചെന്നിട്ട് എല്ലാവരെയും വിളിച്ച്, അപ്പൊ ശ്രുതി ഉണ്ടായിരുന്നു, വർഷ ഉണ്ടായിരുന്നു.
അതുപോലെ ശ്രീകാന്ത് ഉണ്ടായിരുന്നു, ചന്ദ്ര ഉണ്ടായിരുന്നു, രവീന്ദ്രൻ ഉണ്ടായിരുന്നു, രേവതി വരെ ഉണ്ടായിരുന്നു. എല്ലാവരെയും വിളിച്ചു കൂട്ടോ, വാ വാ വാ, ഞാനൊരു ഷോർട്ട് ഫിലിം ഇറക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണണോ, പെട്ടെന്ന് വാ എന്നും പറഞ്ഞ് വിളിച്ചു വരുത്താണ്. ഷോർട്ട് ഫിലിമിന് ഒരു പേരൊക്കെ ഇട്ടു കേട്ടോ. നമ്മുടെ സുധീനെ കൂട്ടി, സുധി അല്ല, സുധി എന്നല്ല ഇട്ടിരിക്കുന്നത്, എന്താ പറയാ, എന്നെ കാർ ഷോറൂമിലെ പാർക്കോ അങ്ങനെ എന്തോ ബന്ധപ്പെട്ട ഒരു അടിപൊളി പേരൊക്കെ ഇട്ടിട്ട് വാ എല്ലാരും വാ, നല്ല ഷോർട്ട് ഫിലിം ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ഇവൻ എന്നാത്തിന്റെ സൂക്കേട്, എന്തു ഷോർട്ട് ഫിലിം, എനിക്കൊന്നും കാണാന്ന് പറഞ്ഞപ്പോ, അയ്യോ അയ്യോ ഇരിക്കിരിക്കിരിക്കും, ഇത് അമ്മയാണ് പ്രത്യേകിച്ച് കാണേണ്ടത്, ഇത് അമ്മ കണ്ടില്ലെങ്കിലേ വലിയ നഷ്ടമായി പോവേ. പിന്നെ എന്റെ പൗഡർ എടുത്തിനെ കാണുന്നില്ലല്ലോ, പാർലർ എടുത്തിനെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് നേരെ ശ്രുതിനെ വിളിച്ചു. ഏതായാലും ശ്രുതിയും വന്നു, വർഷയും ശ്രീകാന്തൊക്കെ വന്നു, രേവതി വന്നു. രേവതി വെച്ച്, ഇത് എന്താ സച്ചേട്ടാ ഇത്, വെറുതെ എന്തിനാ മറ്റുള്ളവരുടെ മുമ്പിൽ കോമാളി കളിക്കുന്നതെന്ന് ചോദിച്ചപ്പോ, കോമാളി കളിക്കുന്നത് ആരാന്നേ, കളിപ്പിക്കുന്നത് ആരാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം, എല്ലാം ഇതിനകത്തുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട് രേവതി. ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും എനിക്ക് ഒരു കിരീടം തരണം, കാരണം ഇത് ഈ സിനിമ ഇറക്കിയത് ഞാനാണല്ലോ, അപ്പൊ പിന്നെ ഈ ഒരു അവാർഡൊക്കെ കൊടുക്കൂലോ ഫിലിം ഷോയില്, ആ ഒരു അവാർഡ് എനിക്ക് തരേണ്ട വരും, ഇല്ലെങ്കിൽ തരും, പ്രത്യേകിച്ച് ശ്രുതിയെടുത്തി തരും കേട്ടോ. ശ്രുതിയെടുത്തി വാ 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 എല്ലാവരും ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ റിലീസ് ചെയ്യാൻ പോവാണ്, നമ്മുടെ ഷോർട്ട് ഫിലിം നമ്മളിവിടെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം റെഡി സ്റ്റാർട്ട് നാവും എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് വെച്ചു കൊടുത്തില്ലേ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര, ഇത് ശ്രുതിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവനെന്നെ പാർക്കിലിരിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ, പെട്ടെന്നാണ് നമ്മുടെ ചന്ദ്രയ്ക്ക് ബോധോദയം വന്നത്. എന്റെ ഈശ്വരാ, പൊളിഞ്ഞോ എല്ലാം, എന്റെ ദൈവമേ, എന്റെ മോനെ കണ്ടുപിടിച്ചോ, എല്ലാം തീർന്നെന്ന് ചന്ദ്രയ്ക്ക് മനസ്സിലായി. ശ്രുതിക്കും ശ്രീകാന്തിനും വർഷയ്ക്കൊന്നും ആദ്യം ഒന്നും പിടികിട്ടുന്നില്ല, അവര് തല തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കുകയാണ്. പിന്നെ പതുക്കെ വന്നപ്പോഴല്ലേ മനസ്സിലായത്. ലാസ്റ്റ് ഷോർട്ട് ഫിലിം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു, മനസ്സിലായോ ഷോർട്ട് ഫിലിം എങ്ങനെയുണ്ട് എന്റെ പൗഡർ എടുത്തി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും പറയാനില്ല കേട്ടോ. അപ്പം സുധിയനെ പറ്റിക്കുമായിരുന്നല്ലേ എന്നും പറഞ്ഞോണ്ട് ദേഷ്യത്തില്ല. അപ്പൊ ചന്ദ്രയുടെ മുഖഭാവം കണ്ടപ്പം യാതൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. ചന്ദ്ര ഇങ്ങനെ പേടിച്ചു വിറച്ചിരിക്കുക. അപ്പൊ സച്ചി ചോദിക്കൂ, അല്ല അമ്മയ്ക്ക് എന്താ അമ്മ ഒരു ഞെട്ടലില്ലാത്തത്? മനസ്സിലായി, അപ്പം എന്റെ പൊന്നാരെ അമ്മയ്ക്കും ഇതൊക്കെ അറിയാറുന്നല്ലേ? അമ്പട്ടിക്കള്ളി, അപ്പൊ മോനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇത്രയും നാളും ചോറും പോതിയൊക്കെ കൊടുത്ത് വിട്ടോണ്ടിരുന്നത്. ഒരു ദിവസം എനിക്ക് ജോലിയില്ലെന്ന് അറിഞ്ഞപ്പം എല്ലാരും കൂടെ എന്റെ തലപ്പൊക്കത്തെടുത്ത് വെക്കായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇതിനിടയിൽ നമ്മുടെ വർഷയാണെങ്കിൽ ഇത് വലിയ മോശമായി പോയല്ലോ, കാർ ഷോറൂമിലാന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോ രാവിലെ മുതൽ വൈകിട്ട് വരെ എന്നൊക്കെ ഇങ്ങനെ വെക്കുക. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ശ്രുതിക്ക് സഹിക്കുമോ? ശ്രുതിക്ക് ഒരു സമാധാനവും ഇല്ല. ശ്രുതി കോറി വിളിച്ച് റൂമിലേക്ക് പോയപ്പോഴത്തേക്കും ചന്ദ്രമോളെ ശ്രുതി നിക്ക് എന്നും പറഞ്ഞ് പുറകെ പോയി. എന്ത് ചെയ്യാനാ? ചെന്ന് ഡോർ അടച്ചു. അവിടെ കിടന്ന് കരച്ചില്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതി കയറി വരികയാണ്. ശ്രുതി എങ്ങനെയാ കയറി വരുന്നത്? വാ വാ ലാ എന്നൊക്കെ പാടി കയറി വന്നിട്ട്, ശ്രുതി അയ്യോ അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? അതെ, ഇന്ന് കാർ ഷോറൂമിലെ ഒരു പ്രശസ്ത നടൻ വന്നിരുന്നു. എനിക്ക് അറിയത്തില്ല, ഞാനേ അങ്ങ് പുളകിതനായി പോയി. എന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞതെന്നറിയാമോ? ഞാൻ നല്ല ഇന്റലിജന്റ് ആണ്, ഞാൻ നല്ല അറിവുള്ളവനാണ്, എനിക്ക് ഇനിയും കുറേ ഷോറൂം തുടങ്ങാനുള്ള ആ ഒരു ഭാവിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ പുകഴ്ത്തി സംസാരിച്ചു. ഏതായാലും എന്റെ കീഴിൽ നിന്ന് വണ്ടി എടുത്തത് എല്ലാവരും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു. ഇത് കേട്ടുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക. എല്ലാവരുടെ മുഖഭാവം കണ്ടപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു, ഇതെന്താ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്? ശ്രുതി എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അല്ലേ സത്യങ്ങളൊക്കെ തെളിയാൻ പോകുന്നത്. ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ട് നാളത്തെ വിശേഷം അവസാനിക്കും. ഇനി ഇത്ര വരെ എത്തുമെന്ന് അറിയത്തില്ല. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരം പൊളിച്ചൊടുക്കി നമ്മുടെ സച്ചി കൈ കൊടുത്തു. ഇതാണ് പറയുന്നത്, കള്ളം എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ഒരു ദിവസം ആ കള്ളം തെളിഞ്ഞിരിക്കും. അതാണ് ഈ കള്ളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്. കള്ളം മറയ്ക്കുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്, ഇത് ഒരിക്കലും പൊളിയില്ല എന്ന്. പക്ഷെ നമ്മള് നല്ലതിന് വേണ്ടി ചെയ്യുന്ന കള്ളങ്ങള് അത് പോട്ടെ, ചിലപ്പം മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് കള്ളം പറഞ്ഞെന്നൊക്കെ ഇരിക്കും. നല്ലതിന് വേണ്ടി കള്ളം പറയുന്നവരൊക്കെ ഉണ്ട്, കള്ളം പറയാത്തവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല. പക്ഷെ ഇതുപോലെയുള്ള ഒരു വൃത്തികെട്ട നുണകളൊക്കെ പറയാന്ന് പറഞ്ഞാലേ. അപ്പൊ എല്ലാവരും കാത്തിരിക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.